ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് രാവിലെ സിറ്റ് ഔട്ടിൻ്റെ ഡോറൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ശേഷം നമ്മൾ മെയിനായിട്ടുള്ള സ്ഥലത്തോട്ട് വരികയാണ് കേട്ടോ, കിച്ചണിലോട്ട് വരികയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവഴിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് കിച്ചണായിരിക്കുമല്ലോ അല്ലേ. പിന്നെ പുറത്തത്തെ ഡോറൊക്കെ ഒന്ന് തുറന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുന്നതിന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. നമുക്ക് കുറേ നേരമൊന്നും അങ്ങനെ ഇതാക്കാൻ പറ്റുന്ന ഒരു സമയമല്ല. സ്കൂളിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു 8:30 ആകുമ്പോഴത്തേന് മുള വണ്ടി വരും, അപ്പോഴത്തേനും എല്ലാം ആവണം കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കുന്നത് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്ന നമുക്ക് അത്യാവശ്യം കുറച്ച് സമയം വേണ്ടത് തന്നെയാണ്. പിന്നെ ഒരാളൊറ്റൊക്കെ കഴിച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ ടൈമും കാര്യങ്ങളും വേണം. ചിക്കൻ കറിയൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി പത്തിരിയൊക്കെ പരത്തി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരം വൈകിയാലും ജസ്റ്റ് അവൾക്കുള്ളതൊന്ന് പെട്ടെന്ന് അങ്ങനെ പത്തിരി ചുട്ടെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനിതാ പത്തിരി ചുടാൻ വേണ്ടിയിട്ട് പത്തിരിക്കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ അടുപ്പില്ല കേട്ടോ, വർക്ക് ഏരിയ എടുക്കാത്തത് കാരണം കിച്ചണിൽ അടുപ്പില്ല. നിങ്ങൾക്കറിയാമോ, എനിക്ക് അടുപ്പിൽ കുക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ അടുപ്പില്ലാത്ത കാരണം ഒക്കെ ഫുൾ ഗ്യാസുമ്പോൾ തന്നെയാണ് കേട്ടോ ചെയ്യല്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ ഒന്ന് ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്യും രാവിലത്തെ. പിന്നെ അവളങ്ങനെ ശരിയാക്കാനൊക്കെ ഉണ്ടാകും. പിന്നെ ബുക്കും ടൈം ടേബിളും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ നോക്കി വെക്കും കേട്ടോ. പിന്നെ ജസ്റ്റ് ഞാനൊന്ന് രാവിലെ പോകുന്ന സമയത്തൊന്ന് നോക്കും ഒക്കെ ഓക്കെ എല്ലാ ബുക്കെല്ലാം ഇല്ലേ എന്നുള്ളതൊക്കെ. പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ ബാഗിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു എന്തിനാ വീട് മാറി എന്നുള്ളത്. നമ്മൾ വീട് മാറിയതല്ല കേട്ടോ, നമ്മുടെ സ്വന്തമായിട്ടുള്ള വീട്ടിലോട്ട് നമ്മൾ താമസാക്കിയതാണ്. ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ റെന്റിനായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് വീട് പണി ഇവിടെ തറപ്പണി കഴിഞ്ഞ സമയത്തായിരുന്നു എനിക്ക് അസുഖം കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട് പണി മുഴുവനാക്കാൻ കഴിഞ്ഞില്ല, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. പിന്നെ അത് കാരണമായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം അവിടെ വാടക വീട്ടിൽ നിന്നിരുന്നത്. ഇവിടെ വീട് ഉണ്ടായിരുന്നു, വീട് പൊളിച്ചിട്ട് പുതിയ വീട് വെക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ സമയത്ത് അസുഖം വന്നതും അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വീട് പണി കൂടി നടക്കില്ല എന്ന് മനസ്സിലായത് കാരണം വീട് പണി അവിടെ ഇട്ടു, ട്രീറ്റ്മെൻറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതൊരാളുടെ ആണെന്നുണ്ടെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു നമ്മളിപ്പോൾ ഈ അസുഖം കണ്ടുപിടിക്കുക, അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് നമുക്കൊരു വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക, ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാട്ടോ. നമ്മൾ ഇന്ന ഡേറ്റിന് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന മാസം സ്കാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്യുക, ഡോക്ടറെ കാണിക്കുക. ഒരിക്കലും നമ്മൾ ഫോളോ അപ്പ് നീട്ടിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഫോളോ അപ്പ് ചെയ്യണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു വരിക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീട് മാറിയത്. ഇപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലാണ് തങ്ങുന്നത്. കുറച്ചും കൂടി വർക്കുകളൊക്കെ ബാക്കിയുണ്ട് വീടിൻ്റെ, ഇൻഷാല്ലാ അതൊക്കെ അതിൻ്റെ സമയം മാഷാല്ലാ നമുക്ക് ഇത്ര തന്നെ ആയത് അൽഹംദുലില്ലാ. നമ്മൾ എത്ര റബ്ബിനെ സ്തുതിച്ചാലും മതിയാവാത്തൊരു കാര്യമാണ് കേട്ടോ. അൽഹംദുലില്ലാ എന്ന് എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലാണ് കേട്ടോ. ഞാനും ഒക്കെ മോളും ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ മോളെ സ്കൂളിലൊക്കെ അങ്ങനെ വണ്ടി ഇങ്ങോട്ട് വീടിൻ്റെ അടുക്ക് വരില്ല കേട്ടോ, കുറച്ച് അങ്ങോട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ അവളെ വണ്ടിയിലൊക്കെ ആക്കി കൊടുത്തിട്ട് അവളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ക്ലീനിങ്ങിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറേ വീഡിയോ ഇടാത്തത് കാരണം തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും കുറേ പേർക്ക് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരുമ്പാനുള്ളത് ഞാനങ്ങനെ മെഷീനിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ അധികം മെഷീനിൽ തന്നെയാണ് കേട്ടോ തിരുമ്പാറ്, കാരണം എനിക്ക് കൈ കൊണ്ട് അധികം ചെയ്യാൻ കഴിയൂല. നമ്മൾ വീട്ടിലത്തെ എല്ലാ പണികളും പിന്നെ അതുകൂടെ തിരുമ്പലും കൂടെ ആവുമ്പോൾ ചിലപ്പോൾ കൈക്ക് നമ്മൾ ഓവറായിട്ട് നമ്മൾ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് കൈക്ക് വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് കൈൻ്റെ മസിലിൻ്റെ ഭാഗത്ത് നീര് വരലുണ്ട് കേട്ടോ. പക്ഷെ നമുക്കത് കണ്ടാൽ അറിയില്ല, നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്ന നമുക്കിപ്പോൾ എപ്പോഴും ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ കൈയൊന്ന് ലൂസാക്കിയിട്ട്, പക്ഷേ ആ ഡ്രസ്സ് നമുക്ക് ടൈറ്റ് ആകുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ കൈക്ക് നീര് വന്നിട്ടുണ്ടെന്നത്. അങ്ങനെ ആദ്യമൊക്കെ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ തിരുമാളതൊക്കെ മെഷീനിലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആരാണെങ്കിലും ബ്രസ്റ്റിന് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് റെസ്റ്റ് എടുക്കുക, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എപ്പോഴും നമ്മൾ നമുക്കിപ്പോൾ ഒരാൾ ചെയ്തു തരുന്നില്ല, നമുക്ക് ലൈഫിലോ നമുക്ക് ആ കൈക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ എന്നും ഒരാളിപ്പോൾ നമുക്ക് ചെയ്തു തരുന്നില്ല, കുറച്ച് കുറച്ചായിട്ടൊക്കെ ചെയ്യാം അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാനിതാ
തീരുമാനമുള്ളതൊക്കെ അവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ട് മെഷീനിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടിച്ചു വരിയിട്ട് കൊടുക്കും കേട്ടോ. എന്നും തുടക്കമൊന്നുമില്ല, എപ്പോഴെങ്കിലും മീൻസ് ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ തുടക്കും. ചിലപ്പോൾ ഒന്നരാടം തുടക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്ക് എങ്ങനെയാണോ വയ്ക്കുന്നത് അതുപോലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്നത് കാരണം അതിൻ്റെതായ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കൈക്ക് പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ജോലി ആ കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്ക് പെയിനും കാര്യങ്ങളും നീരും വരും. പിന്നെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറും കേട്ടോ. അതങ്ങനെയാണ്. എനിക്ക് നല്ലത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു എന്താ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞത് വൈകുന്നേരം അനുക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൂടെ ഇരുന്നാൽ തന്നെയാണല്ലോ മക്കൾ ഈ പ്രായത്തിൽ പഠിക്കുള്ളൂ. അപ്പോൾ അവളുടെ കൂടെ ഇരുന്നിട്ടൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് എഴുതിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനിത് അച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പോൾ അച്ചാറിന് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലും കാര്യങ്ങളൊക്കെ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരുന്നത്. കൊറിയർ അയക്കണം കേട്ടോ ചെയ്യുക. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഓൾ കേരള ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. എവിടേക്ക് വേണമെങ്കിലും ഞാൻ കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തിറക്കുമല്ലോ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.